പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ VHSE സ്കൂളുകളിലെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും പൊതുസ്ഥലമാറ്റത്തിനുള്ള നടപടികൾ പൂർത്തിയായിട്ടും നടപ്പിലാക്കൽ അനിശ്ചിതമായി നീളുന്നതായി പരാതി. നവംബർ 10-നകം ട്രാൻസ്ഫർ നടപടികൾ പൂർത്തിയാക്കണമെന്ന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ വിധി സർക്കാർ അവഗണിച്ചു. ജീവനക്കാരും അധ്യാപകരുമടക്കം 100 കണക്കിന് പേരാണ് ട്രാൻസ്ഫറിന് അപേക്ഷിച്ച ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടും അനിശ്ചിതമായി കാത്തിരിക്കുന്നത്. VHSE സ്കൂളുകളിലെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും പൊതുസ്ഥലമാറ്റമാണ് തൃശങ്കുവിലായിരിക്കുന്നത്. മാറ്റത്തിനുള്ള നടപടികൾ പൂർത്തിയായിട്ടും ഇത് നടപ്പിലാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് കാര്യക്ഷമമായ പ്രവർത്തനം നടത്തുന്നില്ല എന്നുള്ളതാണ് പരാതി. നവംബർ 10-നകം ട്രാൻസ്ഫർ നടപടികൾ പൂർത്തിയാക്കണമെന്നായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ വിധി. എന്നാൽ ഇതും സർക്കാർ അവഗണിച്ച മട്ടാണ്. ജീവനക്കാരും അധ്യാപകരുമടക്കം 100 കണക്കിന് പേരാണ് ട്രാൻസ്ഫറിന് അപേക്ഷിച്ച് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടും ആശങ്കയിലായി കാത്തിരിക്കുന്നത്. പരീക്ഷ എടുക്കുന്ന സമയങ്ങളിൽ ട്രാൻസ്ഫർ നടത്തുന്നത് വിദ്യാർത്ഥികളെയും ബാധിക്കുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഹയർ സെക്കൻഡറി വിഭാഗം അധ്യാപകരുടെ ട്രാൻസ്ഫർ പൊതുപരീക്ഷയുടെ തലേന്ന് നടപ്പിലാക്കിയത് ഏറെ പരാതികൾക്ക് ഇടയാക്കിയതാണ്. ഈ വർഷം ജൂൺ 26-ന് തന്നെ അന്തിമ വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. ജൂലൈയിൽ ട്രാൻസ്ഫർ അപേക്ഷ ക്ഷണിക്കുകയും ചെയ്തു. സെപ്റ്റംബറിൽ കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ഇതുവരെ ട്രാൻസ്ഫർ മാത്രം നടന്നിട്ടില്ല. ഉപതെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പറഞ്ഞാണ് ട്രാൻസ്ഫർ നടപടികൾ വൈകുന്നതെന്നാണ് അനൌദ്യോഗികമായ വിവരം. പൊതുതെരഞ്ഞെടുപ്പിൽ പോലും നിബന്ധനകൾക്ക് വിധേയമായി ട്രാൻസ്ഫർ അനുവദിക്കാറുള്ളതാണെന്ന് അധ്യാപകർ ചൂണ്ടിക്കാട്ടുന്നു. ജീവനക്കാരും പെൻഷൻകാരും ഉൾപ്പെടെ 11 ലക്ഷത്തോളം പേരെ ബാധിക്കുന്ന DA സർക്കാർ അനുവദിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ബാധകമായിട്ടില്ലെന്നാണ് അധ്യാപകരുടെ വാദം. ജനം, തിരുവനന്തപുരം.